ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റും ചെയ്യണേ. അപ്പം ഞാൻ ഗ്യാസുമ്മന്നാണ് കേട്ടോ തീ പിടിപ്പിച്ചൽ. അപ്പം ഞാൻ രാവിലത്തെ ചായയും കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ ഉഴുന്ന് ദോശയും ചെറുപയർ കറിയാണ് കേട്ടോ. തലേ ദിവസം ഞാൻ ഉച്ചക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാത്രി അരച്ച് മാവ് കൂട്ടി വെച്ച് എന്നാൽ പിന്നെ രാവിലെ എളുപ്പമുണ്ടല്ലോ കടി ഉണ്ടാക്കാനും. വേഗം ചട്ടി ചൂടാക്കിയാണ് ചുട്ടാൽ മതി. പിന്നെ ചെറുപയർ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ റിജുവിനൊക്കെ വിളിച്ചുണർത്തി ഓനെ പല്ലൊക്കെ തേപ്പിച്ച് അങ്ങനെ ചായയൊക്കെ കുടിപ്പിച്ച് മദ്രസക്ക് പറഞ്ഞേച്ച്. പിന്നെ അന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തിട്ടോ. ആക്കം പോലെ തീ പിടിപ്പിച്ചാന്നൊക്കെ കരുതി അങ്ങനെ തീ പിടിപ്പിച്ച്. അപ്പോൾ പിന്നെ തോബിമോൾ നീച്ച് വന്നിട്ടുണ്ട്. ഓക്ക് 9:30 കേട്ടോ മദ്രസ്. അപ്പോൾ പിന്നെ ചായ കുടിച്ചോളം അങ്ങനെ മദ്രസക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി ഉപ്പേരി ഞാനിന്ന് കൈപ്പങ്ങയാണ് കേട്ടോ. നമ്മൾ പാടത്തുനിന്ന് പറിച്ചു വിടുന്ന കൈപ്പങ്ങയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതങ്ങനെ മരുന്നൊന്നും അടിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അരിഞ്ഞ് അങ്ങനെ വെള്ളത്തിലിട്ടേക്കണമൊന്നുമില്ല കേട്ടോ. മറ്റേ ഞാൻ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പച്ചക്കറിയാണെങ്കിൽ ഞാൻ എന്താണേലും കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കാം. കാരണം മരുന്നൊന്നും അടിക്കില്ല. നമ്മൾ വീട്ടാവശ്യത്തിനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ. പാടത്ത് ഇന്നലെ പോയി പറിച്ചുകൊണ്ടെന്ന്. ഇതാകെ കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ കൈപ്പങ്ങ. അപ്പം ഞാനും മുപ്പരും തന്നെ അത് തിന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും ഉപ്പേരി വെക്കാം. ഓൽക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് ഇപ്പോൾ ചട്ടിയൊക്കെ ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കൈപ്പങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സിമ്മിലാക്കിയിരിക്കുന്നു കേട്ടോ. അതിന് സിമ്മ കടന്ന് കണ്ട് അങ്ങനെ ആക്കും പോലെ അങ്ങനെ വേകട്ടെ. പിന്നെ മിക്സാക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഉപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഒരു ഓർമ്മ വന്ന്. അപ്പോൾ വേഗം ഉപ്പും പാത്രത്തിന് പോയതാണ്. അങ്ങനെ എന്താ ഉപ്പ് ഇട്ടുന്നു കേട്ടോ. ഇതാണെങ്കിൽ കല്ലുപ്പുമാണ്. പൊടിപ്പാണ് ഞാൻ ഉപ്പ് കൊണ്ടുവരേണ്ടിയെന്ന് പറഞ്ഞിട്ടത് കല്ലുപ്പും കൊണ്ടാവുന്നുണ്ട്. പൊടിപ്പാണ് സാധാരണ കൊണ്ടുവരല്. ഇതിപ്പോൾ കല്ലുപ്പും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു മട്ടവും കിട്ടൂല. പേടിയാണ് ഇടുമ്പോൾ തന്നെ. ഞാൻ കുറച്ചിടുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ നോക്കും ഉണ്ടോ എന്നിട്ട് ഇടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് ഏറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. കുറവായാലും കുഴപ്പമില്ല, ഏറിയാലും പിന്നെ നമുക്കൊന്നിനും പറ്റൂല. അങ്ങനെ ഇട്ടുകാണ്ട് ഞാനതാ അടച്ച് വെച്ചുകാണ്ട് അവിടെ സിമ്മിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ആക്കം പോലെ കടന്ന് അങ്ങനെ വേകട്ടെ. പിന്നെ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കുന്നത് വെള്ളരിക്കയാണ് കേട്ടോ. പരിപ്പും വെള്ളരിക്കയും കറി വെക്കാമെന്നൊക്കെ എഴുതുന്നത്. അപ്പോൾ അത് വെള്ളരിക്ക തൊലിയൊക്കെ ഞാൻ അതിനെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അത് അതിൻ്റെ ചോറാണ് കേട്ടോ ഞാൻ കളയണത്. ഈ ചോറില്ലേ, പണ്ടൊക്കെ ഞാൻ ചെറുപ്പകാലത്ത് ഉമ്മയൊക്കെ വെള്ളരിക്ക അങ്ങനെ നോക്കുമ്പോൾ അതിന് കാത്തിരിക്കും ഈ ചോറിന് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര ഇത് നല്ല രസമാണ്. ഞാൻ കഴിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ ചെറുപ്പത്തിലൊക്കെ അത് നല്ലോണം തിന്നിക്കണ്. മരിയുമ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കും. ഇപ്പം ഞാൻ ഇത് തിന്നലൊന്നുമില്ല കേട്ടോ. അത് കളയാലാണ്. അപ്പോൾ ഓരോ കാലത്തത്തെ മാറ്റേക്കാരപ്പോൾ അത് തിന്നാൻ തോന്നില്ല. അങ്ങനെ വെള്ളരിയൊക്കെ അങ്ങനെ അരിഞ്ഞ് വെച്ചപ്പോൾ അത് ആ പരിപ്പും കേക്കിക്കാണ്ട് കുക്കറിലിട്ട് കൊടുത്തുനിന്ന് പിന്നെ വെള്ളരിക്ക എന്താ കഴുകിക്കാണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് കണ്ടാണ് കേട്ടോ ഞാൻ വെക്കൽ. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കലുണ്ട്. അങ്ങനെ 1 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണ്. അതേപോലെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ട് ജനാൻ്റെ ഉള്ളിൽ കൂടെ ഒരാളെ കണ്ടിട്ട് ഞങ്ങൾ പുറത്ത് അത് നമ്മൾ അയലോക്കത്തെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചീൻ്റെ ഒരു കോരി ഉണ്ടായിന് അവിടെ. അപ്പം അതുണ്ടെന്ന് പറഞ്ഞപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് വന്നാണ്. പുറത്ത് തന്നെ വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്താണ്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കും. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയി. അപ്പം ആ വെള്ളം ഒഴിക്കണതിൻ്റെ മുന്നേ ഞാൻ ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അങ്ങനെ കുക്കർ അടച്ച് വെച്ച് കണ്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. അതും ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ. ചോറ് വന്നിട്ടില്ല കേട്ടോ. ചോറിന് ചകിരി കുറച്ച് തോനിട്ട് കൊടുത്തേക്കാണ്. അത് കഴിഞ്ഞിപ്പോൾ കണ്ടില്ലേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി അപ്പോൾ ഇങ്ങനെ ചോറ് വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഊറ്റി വെച്ചു. ഇനിയിപ്പോൾ കറിക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ജീരകം ചെറിയ ഉള്ളിയും ഇട്ടാണ് കേട്ടോ അരച്ചത്. ഇനിയിപ്പോൾ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പം ഇത് തിളച്ചാൽ ഇതൊന്ന് വറവിട്ടെടുക്കാനും കൂടെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കറിയും റെഡിയായി, ഉപ്പേരി റെഡിയായി. പിന്നെ മീനുണ്ട് കേട്ടോ, ഇന്ന് മീൻ വാങ്ങിക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് നേരാക്കണം. എന്നിട്ട് പിന്നെ ഞാനുണ്ടല്ലോ എണ്ണ ചൂടാകാൻ വെച്ച് കണ്ട് വേറെ എന്തോ ഒരു പണിക്ക് പോയിട്ടോ. പിന്നെയാണ് ഓർമ്മ വന്ന് ഞാൻ എണ്ണ ഗ്യാസുമ്മ ചൂടാൻ വെച്ചിനല്ലോ. ആകെ പുകഞ്ഞ് കിടക്കണുണ്ടില്ല നിങ്ങൾ. അപ്പോൾ അതൊക്കെ വറവിട്ടിട്ടോ. അതാണ് മീൻ. പിന്നെ മീനതാ ക്ലീൻ ആക്കി കണ്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇനി പപ്പടം പൊരിക്കാമെന്ന് കരുതിയിട്ടോ. അവർക്ക് കയ്പങ്ങുപ്പേര് പറ്റൂലല്ലോ. അപ്പോൾ ഞാനൊന്ന് പപ്പടം ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അത് പൊരിക്കാമെന്നാണ് കരുതിയത്. ഇതിങ്ങനത്തെ ഒരു ചുവന്ന കളർ, ഞാൻ അതിലിങ്ങനെ കുറച്ച് സമയം വെച്ചത് എന്താണ്ട് അറിയാം, ഓൾക്ക് ചുവന്ന കളർ ഇങ്ങോട്ടാവണം. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാകണ വരെ കാത്തുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഓൾ തിന്നൂല. ഓൾക്ക് ഇങ്ങനെ ആയെങ്കിലും അതേമാതിരി പൊള്ളക്കാനും പറ്റൂല കേട്ടോ. ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ നിയമമൊക്കെയാണ്. അതേപോലെ ഇങ്ങനെ ഓരൊപ്പം ഇങ്ങനെ പോകണം കേട്ടോ. ഓലെ ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ പോകണുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ അതാ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമാണ്. 2-3 ദിവസമായി കേട്ടോ ഈ ബെഡ്ഷീറ്റ് തന്നെ ഇട്ടിട്ട്. ഞാൻ മായ കാരണം ഇത് പിന്നെ ഉണങ്ങൂലല്ലോ. അപ്പം ഞാനങ്ങനെ നീട്ടിപ്പോയതാണ്. അപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് കണ്ട് അതൊക്കെ ഒന്ന് തിരുമ്പാന്ന് കരുതി കേട്ടോ. അപ്പം ഞാൻ കടക്കയിലുള്ള പൊടിയൊക്കെ ആ ബെഡ്ഷീറ്റ് കൊണ്ട് തന്നെ അങ്ങോട്ട് തട്ടിക്കണ്. ഏതായാലും തിരുമ്പാൻ തന്നെയല്ലേ. പിന്നെ അതാ ഞാൻ വേറൊരു ബെഡ്ഷീറ്റ് വിരിച്ചു കേട്ടോ. അപ്പോൾ ഈ റൂം ക്ലീനായി. പിന്നെ മറ്റേ റൂമും 2 റൂമും അങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതാ ഞാൻ മീൻ പൊരിക്കാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അകത്ത് കൂടെ ഒക്കെ അടിച്ചു വരിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി ഇവിടെ റെഡിയായി. എന്നിട്ട് പിന്നെ ആ ബെഡ്ഷീറ്റ് ഇതാ മെഷീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെഷീൻ തിരുമ്പണുണ്ട്. അങ്ങനെ പിന്നെ ഞാനിതാ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്ത് കൂടെ ഒക്കെ ഒന്ന് തുടക്കട്ടെ. ഇന്ന് സ്കൂളിന് അവധിയുള്ള ദിവസമായതുകൊണ്ട് തുടച്ചിട്ടൊന്നും വലിയ കാര്യമല്ല. മക്കൾ ആകെ അലങ്കോലാക്കും. ഇന്നാലും തുടച്ചിട്ടില്ലെങ്കിൽ പൊറുതേറാട്ടോ. നമ്മൾ തുടച്ച് കുളിച്ചിട്ട് നിസ്കരിക്കുമ്പം ആ ഒരു റാത്ത് വേറെ തന്നെയാണ് അല്ലേ. നമ്മൾ തുടക്കാതെ കുളിച്ച് കണ്ട് അങ്ങനെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഒരു കുളിച്ചുകളൊന്നും തോന്നൂല. അപ്പം ഇനി എത്ര പോലെ ഇതാക്കിയാലും ഒന്നങ്ങോട്ട് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ തുടക്കൽ കഴിഞ്ഞ് കുളിയെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാട്ടിക്കൂട്ടിയതാണിത്. ഞാൻ പറഞ്ഞില്ലേ ഒരുണ്ടാവുമ്പോൾ തുടച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ആകെ കളിക്കോപ്പ് ഇട്ടുകണ് കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്നൊരു കോട്ടി കിട്ടിക്കണ് കേട്ടോ. കോട്ടി കൊണ്ടാണ് അപ്പോൾ ആ പന്ത് കളിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയിൽ മറ്റും ജനാലുമ കയറി പിത്തന കാട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ടി കൊടുക്കുകയാണ് കേട്ടോ, അതിമെന്ന് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞിപ്പം അവിടെ ഒരു അടക്കം കൂടി. ഇപ്പോൾ ദാ ചോറ് വയ്ക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നമ്മളെ കയ്പങ്ങുപ്പേരിയും പരിപ്പും വെള്ളരിക്കയും കറിയും പപ്പടവും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് വയ്ക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നിപ്പം സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകിയാണ് കേട്ടോ ചോറൊക്കെ തീമട്ടിനത്. അപ്പോൾ പണി കഴിയാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും നാനും കുറച്ച് നേരം വൈകിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച റെസ്റ്റിനൊന്നും ഇനിയിപ്പോൾ സമയമില്ല, കടന്നാൽ ഇനിയിപ്പോൾ സമയമില്ല. അപ്പോൾ ഞാൻ മുത്തച്ഛൻ്റെ ചെറുക്കം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവനൊന്ന് പണി ലീവ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് എന്താട്ടി മുരിങ്ങാമരം കണ്ട് നമ്മൾ പേരൻ്റെ ഒന്ന് റൂക്ക് പോയിക്കണം കേട്ടോ. അപ്പോൾ ആ കൊമ്പ് അവനെ കൊണ്ടാണ് വെട്ടിപ്പിച്ചു. ഇന്ന് എന്താ പറയുക, നമുക്ക് നാളെ അതുകൊണ്ട് ഉപ്പേരിയും വെക്കാം, ഒന്നുകൊണ്ട് ഊരി വെച്ചാൽ അതിന് വേണ്ടി ഞാൻ ഓനുണ്ടാവുമ്പോൾ തന്നെ അതാകട്ടോ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് കഴിയൂല. അപ്പോൾ ഓനുള്ള സമയത്ത് തന്നെ വേഗം ഓനെ കൊണ്ട് മുറിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ പെരും വെയിലാണ്, അസർ സമയമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇതാക്കി കണ്ടിതാ ഞാൻ ഒക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇരുന്ന് ഊരിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ റേഷ്യോ പാടത്ത് പോയി കണ്ട് ചിരങ്ങ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണ് കേട്ടോ. പറയുന്നത് ജ്യൂസ് അടിച്ച് തരണം കേട്ടോ. അപ്പം ഞാനോട് പറയുന്നുണ്ട് ജ്യൂസ് അടിച്ചാൽ മൂത്തതാണ്, ഇളയതല്ല, അത് നല്ല ഇളയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ജ്യൂസ് അടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ ഒരു കഴിഞ്ഞാൽ അതിന് വലിയൊരു ചിരങ്ങ നോക്കിയാണ്ട് വേഗാണ്ട് കഷ്ണം നുറുക്കിക്കാണ്ട് കുക്കറിലിട്ടാണ്ട് വേവിച്ച് കണ്ട് ജ്യൂസ് അടിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഓല് കളിക്കാൻ പോയിട്ടുണ്ട്. കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോക്കിന് ജ്യൂസ് അടിച്ചേക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ നുറുക്കിയാണ്. ഇത് വലിയ കഷ്ണമാക്കിയാണ് കേട്ടോ. ഇത് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാനല്ലേ, അതുകൊണ്ട് ചെറിയ കഷ്ണമാക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കേക്ക് കുക്കറിലിട്ട് കണ്ട് ഇതാ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും.